ഹായ്, ഞാൻ ഷാനുദ്ദീൻ. ട്രാവൽ പിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറെ നാളായി സാലിമിന്റെ സ്വാഗതം കേട്ടിട്ട്. അപ്പൊ സാലിം ഇങ്ങനെ വിഷമിച്ച് നിൽക്കായിരുന്നു. അപ്പൊ എന്തായാലും സാലിം സ്വാഗതം എന്ന് പറഞ്ഞിരിക്കുകയാണ്. സമയം ഏകദേശം ഇതുണ്ടോ, 9 മണി ആവാറായി. തെറ്റൊന്നല്ല, കറക്റ്റ് ടൈം തന്നെയല്ലേ? കറക്റ്റ് സമയ. ഞങ്ങളിപ്പോ ഇന്ന് ഈ ഒരു സമയമായിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ. അപ്പൊ ഇവിടെ അജ്മാലിലൊരു ഈ ഫെസ്റ്റിവൽ സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ഇതൊന്ന് പോയിട്ടൊന്ന് നോക്കാം എന്തൊക്കെയാണ് അവിടുത്തെ പുതിയ കാര്യങ്ങള്, ഗെയിമുകള്, പിന്നെ അതുപോലെ സ്നോയുടെ എന്തോ ആർട്ടിഫിഷ്യലായിട്ട് എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഇറങ്ങുന്നതാണ്. അപ്പൊ എന്തായാലും നമുക്ക് വൈകാതെ തന്നെ, ഇനിയിപ്പോ വൈകാനൊന്നുമില്ല, 9 മണിയായി. അപ്പൊ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അപ്പോഴാണ് ആൾക്കാരൊക്കെ കൂടുതൽ വന്നു കൊടുക്കുക അവിടെ. പിന്നെ അവിടെ കുറെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹാഫ് പ്രൈസിനുള്ള സാധനങ്ങൾ ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അവിടെ പോയിട്ട് നോക്കാം എന്തൊക്കെയാണ് കാര്യം. പിന്നെ കൂടുതലും സംഭാഷണം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവിടെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പാട്ടും ബഹളവും മഴയൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് പിന്നെ കോപ്പിറൈറ്റ് കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും നോക്കട്ടെ, നോക്കിയിട്ട് പിന്നെ ഓഡിയോ വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. എന്തായാലും അപ്പൊ പോവാ അല്ലേ, പെട്ടെന്ന് അപ്പൊ പോവാ എന്തായാലും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് കേട്ടോ. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ എന്തോ ഒരു ഇത് വെച്ചിട്ടുണ്ട്, കാറിൻ്റെ പ്രൈസ്. അപ്പോൾ അതിൻ്റെ ഇതുകൊണ്ടായിരിക്കണം ഈ ടിക്കറ്റ് കൗണ്ടറൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ. അത് ഇവിടെ കാറ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇത് തന്നെ എൻട്രൻസ്, നമുക്ക് ഇതിനകത്തോട്ട് കിടക്കാം. ഇപ്പോൾ ഫ്രീ ആണ് ഉള്ളിലേക്ക്. ഓക്കെ, അപ്പോൾ ഇതിനകത്തോട്ടേക്ക് നമ്മൾ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ഈ സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ നിറച്ചും ഗെയിമിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടാകും. ഇന്നിപ്പോൾ ഇട ദിവസം ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെയൊക്കെ വേണ്ട, ഇവിടെ നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ടുള്ള ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും ഇന്ന് ഇട ദിവസം ആയതുകൊണ്ട് ഇവിടെ ഒന്നും ഇതൊന്നും തുറന്നിട്ടില്ല, ചിലതുകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ. ഈ ആർച്ച് നല്ല രസമുണ്ടല്ലേ കൊടുത്തിരിക്കുന്നത്. സാലിമേ, ഇത് എവിടെയും കണ്ടടാ സ്നോയുടെ ഈ സ്നോ ഐറ്റംസ് കാര്യങ്ങൾ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ആർട്ടിഫിഷ്യലായിട്ട്. കണ്ടോ, സാലിമിന് അതിൻ്റെ ഉള്ളിലേക്ക് കാരണം എന്ന് പറഞ്ഞിട്ട് വന്നാട്ടോ. അത് കണ്ടിട്ട് വെച്ചടിച്ച് പോകുന്നുണ്ട് സാലിമ് അതിൻ്റെ ബാക്കിൽ കൂടെ. കണ്ടോ, അപ്പോൾ ഇവിടെ ഇതൊക്കെ പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. പക്ഷെ ഇതൊക്കെ ഇന്നിപ്പോൾ വലിയ കാര്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല. നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഒന്ന് കയറി നോക്കാം, ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തൊക്കെയാണുള്ളത്. ഇതിൻ്റെ അതിൻ്റെ ഒരു എൻട്രൻസ് ഇതാണ്, എൻട്രി വരുന്നത് ഇവിടെ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ റൈറ്റ് സൈഡിൽ ഇത് മറ്റേ ഐസ് സ്കേറ്റിംഗ് ചെയ്യുന്ന പോലത്തെ സ്ഥലം തോന്നുന്നു കുട്ടികൾക്കുള്ളത്. പക്ഷെ ഇതിനകത്തൊന്നും ആരും കാണാനില്ല എന്തൊക്കെയാണെന്നുള്ളത്. ഇവിടെയൊക്കെ നല്ല ഇതുകൾ കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ, ഇവിടെ സ്നോ ഈ ഒരു സാധനം കാണുന്നുണ്ടോ, എന്താ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ആ സ്നോ വരുന്നത്. എന്തോ സോപ്പും പതയും കണ്ട് കലക്കി വെച്ചേക്കെന്നാന്ന് തോന്നുന്നു. പക്ഷെ അത് കുട്ടികൾക്കൊരു രസം. കണ്ടോ, താഴെ കിടക്കുന്നത് സ്നോട്ട് ഇതില്. എന്താ സാലിമേ, അവിടുന്ന് ഇതേ ഇതാ ഒരു സാധനം കണ്ടാ, അതിൽ നിന്നാണ്. ഇപ്പൊ അവിടെ ഒന്നും കാണാനില്ല. കുറച്ചേരം നിന്ന് കഴിഞ്ഞാൽ വരും. അത് പതയാണ് കിടക്കുന്നത്. കണ്ടോ, ഇവിടെ കളിക്കുന്നതൊക്കെ ഇതൊക്കെ ആയിട്ട് കുറെ സംഭവങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. പക്ഷെ ഇതൊന്നും ഇതിലിപ്പോൾ ആൾക്കാരും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇന്ന് വളരെ ആൾക്കാർ കുറവാണ്. അങ്ങനെ ആൾക്കാരും ഇതിനകത്തില്ല. ഇതുണ്ടോ, ഈ സൈഡിൽ കൂടെ ഒന്ന് പോയി നോക്കാം. ഇവിടെയൊക്കെ എന്തൊക്കെയാണ് ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതാണ് സംഭവം. അതെങ്ങനെ വീഴും. പിള്ളേരെല്ലാവരും അതിൻ്റെ ബാക്കിലേക്ക് ഓടി കയറുന്നുണ്ട് കേട്ടോ വരുന്ന സമയത്ത്. പക്ഷെ അതൊരു സെക്കൻഡ് മാത്രമേ കണ്ടുള്ളൂ. വന്ന് അപ്പം തന്നെ നിന്നു.
അപ്പൊ ഇവിടെ എന്തോ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാലിമ് അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റും. മാലാകട പോലെ ഉണ്ട് അല്ലേ, ചിറകൊക്കെ വെച്ചിട്ട്. ഇവിടെ ബൂർജ് ഖലീഫയുടെ ഒരു ബാക്കിൽ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഒരു നല്ലൊരു ഫോട്ടോ എടുത്ത് നോക്കടി. ഇവിടെ ഒക്കെ പഞ്ഞിയും സാധനങ്ങളും ഇതൊക്കെ ഇങ്ങനെ കെട്ടി തൂക്കി വെച്ചിട്ടുണ്ട്. ഇതെന്തിട്ടത്? ഇതെന്തിട്ട മാന? അതെ ഇവിടെ മറ്റേ DNA കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ സംഭവം? കുറച്ചുള്ളതെങ്കിലും രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ സംഭവങ്ങള്. അപ്പൊ ഇതാ ഇവിടെ വലിയ എയറടിച്ച് വെച്ചിട്ടുണ്ട് ഓരോന്ന്, കരടീനെ അയിനീനൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവിടെ അപ്പുറത്തെ സൈഡില് മറ്റേ ഗെയിമും കാര്യങ്ങളൊക്കെ നടക്കുന്ന വലിയ, അത് മുന്നേ ഉണ്ട്, ഇതിപ്പോ പുതിയതായിട്ട് ഉണ്ടാക്കിക്കാണ്. അപ്പൊ ഇനി അതിന്റെ അവിടെ ഷോപ്പുകളുണ്ട്. അതിൻ്റെ ഉള്ളിൽ അവിടെയാണ് ഫെസ്റ്റിവലിന്റെ മറ്റേ എന്താ പറയാ മറ്റേ ഡിസ്കൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവിടെയൊക്കെ റേറ്റ് ഭയങ്കര കുറവുണ്ട്. നല്ല ഭയങ്കര പ്രൈസ്. ഞാൻ മുമ്പ് അവിടെ വന്നിട്ട് ഇത് നൈറ്റ് ഡ്രസ്സും കാര്യങ്ങളും ഇതൊക്കെ മേടിക്കലുള്ളതാണ്. അപ്പൊ അവിടെ ഭയങ്കര റേറ്റ് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ അതിന്റെ ഉള്ളിലേക്ക് എന്തായാലും ഒന്ന് പോയിട്ടൊന്ന് കയറാം. സാലിമ ഇപ്പൊ പോയി ടിക്കറ്റ് ചോദിച്ചു, എല്ലാത്തിനും എത്രയെന്നൊക്കെ ചോദിച്ചു. സാലിമ പരക്കം പാഞ്ഞ് നടക്കാട്ടാ ഓരോന്നിൽ കയറാനും അതിനൊക്കെ ആയിട്ട്. ഇവിടെ നിൽക്കി എന്താ ഇതില് സ്നോ ഉണ്ട്. അപ്പൊ അവിടെ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ വലിയ എമൗണ്ട് ഒന്നുമില്ല. ഈ ചെറിയ ഓരോ സംഭവങ്ങളിലൊക്കെ കയറുന്നതിനും 10 ദിറംസ്, പിന്നെ ഇതില് 10 ദിറംസ്, പിന്നെ ഇവിടെ ഒരു ഐസ് സ്കേറ്റിംഗ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കയറിപ്പോ കാണിച്ചതില്ലേ, അതിന് മാത്രം 20 ദിറംസ്. ബാക്കി എല്ലാത്തിനും കയറുന്നതിന് 10 ദിറംസ് ആണ് അവര് പറഞ്ഞത്. അപ്പൊ നമ്മൾ ചോദിച്ചു നോക്കട്ടെ സാലിമിന് ഏതെങ്കിലും കയറണമെന്ന് കേട്ടാ. സാലിമിന് പേടിയുള്ള സാലിമ് കേറില്ല കേട്ടാ. നമുക്ക് ഒന്ന് അവന്റെ അടുത്ത് പോയി നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇതെന്താ സംഭവം എന്നുള്ളത്. അപ്പൊ അവൻ ആദ്യം പോയിട്ടൊന്ന് നോക്കട്ടെ അതിനകത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതനുസരിച്ച് നമുക്ക് നിൽക്കാം. ബ്ലേഡോ? വേണ്ട, അത് നോക്കിയും കണ്ടും ചെയ്തിട്ടില്ലെങ്കിൽ മുട്ടും കുത്തി തലയും കുത്തി വീഴും. പിള്ളേരുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ശരിക്കും ഇങ്ങനെ ഇതായിട്ടില്ലെങ്കിൽ ഉണ്ടല്ല വീഴും കറക്റ്റ്. സാലിമേ ഇങ്ങനെ ഇത് സ്ലിപ്പായിട്ട് വീഴും. അത് നോക്കി നിന്നില്ലെങ്കിൽ എന്ത് കുത്തി വീഴും? സാലിം തലയും കുത്തി വീഴും. അപ്പൊ അത് ഞങ്ങൾ എന്തായാലും കയറണ്ടെന്ന് വെച്ചു. അപ്പൊ നമുക്ക് വേറെ ഇവിടെ എന്തെങ്കിലും സാലിമിന് പറ്റിയതുണ്ടോ എന്ന് നോക്കി നോക്കാം. എനിക്ക് കയറാൻ പറ്റിയത് എനിക്ക് കയറാം അതിനുള്ളിൽ. അപ്പൊ സാലിമിന് ഞാനൊരു 10 ദിറംസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവന് ആ ഇതിൽ കയറണം എന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് നോക്കി നോക്കാം. ഏതാന്ന് പറയടാ. അപ്പൊ സാലിമ് ടിക്കറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഈ സാധനത്തിലാണ് സാലിമ് കയറണം എന്ന് പറഞ്ഞത്. വേഗം കൊണ്ടുകൊടുക്ക് അവിടെ കൊണ്ടുകൊടുക്ക്. അപ്പൊ ഇനി അത് നോക്കട്ടെ എന്താണ് ഇതിന്റെ ഉള്ളിൽ. ഇത് വഴി കണ്ടുപിടിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇതുണ്ടോ ഈ ഒരു ഇതിന്റെ ഉള്ളിൽ കൂടെ കേറിയിട്ട് സാലിമ് കയറി പോകുന്നുണ്ട്. ഇതിന്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ. ഏതിക്കൂടെയൊക്കെ പോണ എന്തൊക്കെയാണെന്ന് അറിയില്ല. എന്തിക്കൂടെയൊക്കെ കേറിയിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ട്. സാലിമിന്റെ തല കാണുന്നുണ്ട്. വഴി കണ്ടുപിടിച്ച് പോണം. ലാസ്റ്റ് അവന് കാണാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അവൻ കിടന്നിട്ട് തൊള്ളുറങ്ങും. എവിടെ കാണാനില്ലോ. അതെ ഇവിടെ കേറിയ സ്ഥലത്ത് തന്നെ എത്തിയ. കേറിയ സ്ഥലത്ത് തന്നെ വന്നു. പോണു കാണാൻ പറ്റില്ല കേട്ടോ അതിന്റെ ഉള്ളില്. അവിടെ തല പൊന്നുണ്ട്. എടാ ഇപ്പുറത്തേക്ക് കിടക്കടാ, ഇപ്പുറത്തെ സൈഡിലേക്ക്. ആണോ? ഇത് വേറെ അത് വേറെയാ? അല്ലടി അതിലേക്ക് ഇപ്പുറത്തേക്ക് കടക്കാനുള്ള വഴി ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് ചാടി ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കിടന്ന് ഓടണ്ട് ആ വഴിക്ക്.
നല്ല രസമുണ്ട് ഇവിടെ കുറെ സംഭവങ്ങൾ ചെയ്തു വെച്ചേക്കുന്നത്. പുറത്തായിന്നൊന്നും ആരും ആരുമില്ല, കുറെ പിള്ളേരുകള് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ ബോള് കറങ്ങണതും കാര്യങ്ങളും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. മുടക്ക് ദിവസം ഇങ്ങോട്ട് പറഞ്ഞ പോലെ വരാനേ പറ്റില്ല. എന്താ മാനുണ്ട് കണ്ട. കഴിഞ്ഞാ എടാ ഓടിക്കോ 10 രൂപ കൊടുത്തതാ. കുറച്ചു പേരെ കൂടി കയറുന്ന അതിന്റെ ഉള്ളിക്ക് ഓടിക്കോ. മഞ്ഞുണ്ട്, നമുക്ക് അധികം വൈകാണ്ടേ. കണ്ട ഇത് കംപ്ലീറ്റ് വെള്ളം പിടിച്ചേക്കട്ടോ. അതുണ്ടോ മഞ്ഞ് വെള്ളം ചീറ്റിച്ചേക്കണതല്ല. കണ്ട നോക്കി, നല്ല വെള്ളമുണ്ട്. കഴിഞ്ഞാ എന്നാ കഴിഞ്ഞ ചാടിക്കോ, പുറത്തേക്ക് വന്നോ. അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു കേട്ടോ. ഇവിടെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആൾക്കാർക്ക് കയറാനും ഇതിനൊക്കെ പറ്റിയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. ഇവിടെ ഒരു വണ്ടി വെച്ചെനിക്ക് ഇതല്ലോ. ആദ്യം തന്നെ അത് നമ്മൾക്ക് കയറി സാലി ബൈക്കൊക്കെ ഉണ്ടാക്കി വെച്ചെങ്കിൽ ചെറിയ ബൈക്ക് കാര്യങ്ങൾ. ഇവിടെ മറ്റേ കാറുകളുടെ ഇതുണ്ട് കേട്ടോ. അത് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ കേട്ടോ കുറെ പിള്ളേരുകൾ കിടന്ന് ഓടുന്നുണ്ട്. കാറുകളാണ് ഈ ഓടുന്നത്. ഇവിടെ കംപ്ലീറ്റ് ഇതിൻ്റെ ഈ ഇതുകളാണ് കിടക്കുന്നത്. ആൾക്കാരുകൾ നോക്കിയിട്ടുള്ളത്. പിന്നെ ഒരുപാട് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികൾ കുഴപ്പമില്ല, ഈ വലിയ പേരൻസും മറ്റാൾക്കാരുടെയൊക്കെ നമുക്ക് വീഡിയോകൾ എടുക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഒക്കെ പ്രശ്നമാവും. ആരെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലേഡീസിനൊക്കെ ചിലവർക്കത് പറ്റില്ല. കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആകെ പണി കിട്ടും. ഓക്കെ, ഇവിടെ എല്ലാം ഓരോന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇത് കുറച്ച് പിള്ളേരുണ്ട്. ഇത് വളരെ പറഞ്ഞില്ലേ ചെറിയ കുറച്ച് പിള്ളേർ മാത്രമല്ല. അപ്പുറത്തൊരു സംഭവം ഓർമ്മ നോക്കി, ഇതുണ്ടോ അവിടെ ഒരു സാധനം കറങ്ങുന്ന നോക്കി. അപ്പം ഇങ്ങനെ ഇവിടെ ഓരോന്ന് അബുദാബിയുടെ ഓരോ ബിൽഡിങ്ങും മറ്റു കാര്യങ്ങളും ഡിസൈനും മെട്രോയുടെ അതുപോലെ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. കാറ്, സൈക്കിള് കാര്യങ്ങൾ ഇതെല്ലാനും ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഉണ്ടാവും. പക്ഷേ ഇതെന്താ സംഭവം സാലിമ നോക്കി പിണങ്ങി നിൽക്കാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ കയറണമെങ്കിൽ ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഒരു ഇതുണ്ട്. അവിടെ നിന്ന് നമ്മൾ കാർഡ് എടുക്കണം. ആ കാർഡിന് 100 ദിർഹംസാണ് മിനിമം ചാർജ്. ആ കാർഡ് ചാർജ് ചെയ്യുന്നതിന്. അതിന് ശേഷമാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഈ പറഞ്ഞ മാതിരി കളിക്കാൻ പറ്റുള്ളൂ. വേറെ ഒന്നിലും കയറും വേണ്ട. അതിന് നമ്മൾ 100 ദിർഹംസ് കൊടുത്തിട്ട് അത് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചാർജ് ചെയ്താലാണ് അതിലൊക്കെ കയറാൻ പറ്റുള്ളൂ. പക്ഷെ അത് അവൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്നില്ല. മോക്ക് ഇതാ പോണു ഉണ്ടോ, മോന്തി നിർമ്മിച്ച് വെച്ച് നടക്കാട്ടോ. അത് കുഴപ്പമില്ല. അത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒരു കാറ് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമില്ല. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ടേക്ക് പോവാം. ഇതിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ. അതിങ്ങനെ ഓരോന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ അമേരിക്കൻ കോർണർ, അതുപോലെ തന്നെ അവിടെ ചൈനയുടെ സംഭവങ്ങൾ, അതിൻ്റെ അപ്പുറത്ത് ഇന്ത്യ, അങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ വരുന്നത് അവിടെയാണ്. നമുക്ക് ഇതിനകത്തോട്ട് ഇങ്ങനെ കയറാം. ഇതിനകത്തോട്ടേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ കുറേ സൈക്കിളുകളുടെ സെക്ഷൻ കേട്ടോ. ഉണ്ടോ പല രീതിയിലുള്ള സൈക്കിളുകൾ, അതുപോലെ തന്നെ മോട്ടർ വെച്ചിട്ടുള്ള ബൈക്കുകൾ. ഉണ്ടോ വലിയ ബൈക്ക് വയ്ക്കറാ. ഇതുണ്ടോ വലിയ ബൈക്കുകൾ. ഇവിടെയൊക്കെ ഫുള്ള് സൈക്കിളുകളാട്ടോ. ഉള്ളിൽ വെച്ചിരുന്ന് അണ്ടമാൻ ഏരിയ ഉണ്ട്. फुल्लू കൊടുത്തിട്ടുണ്ട്. भाई ऐसा वाला बाइक का कितना आएगा? ये 7,000 का। ये 7,000। वो मोटर है ना? मोटर है वो पेट्रोल है? पेट्रोल है। ആ ഈ ചെറുതിന് 3000, ഇതിന് 7000 കേട്ടോ. ഇത് പെട്രോൾ ഓടുന്നതാണ് കണ്ടോ. ജനറേറ്ററിന്റെ എഞ്ചിൻ പോലത്തെ ഒരു എഞ്ചിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് 7000, ഇത് 3000 ഇതൊക്കെ വരുന്നത്. ഈ ऐसा वाला का कितना आएगा? 1,500। ഈ സാധനത്തിനൊക്കെ ഈ ബൈക്ക് ഇതൊക്കെ 1,500 വരും. എല്ലാം മോട്ടറിൽ ഓടുന്ന കേട്ടോ. इसमें वो कितना घंटा जाएगा? वो एक टाइम चार्ज करेगा तो
Yeah, I guess 85 kilometers तक जाएगा. 85. Yeah, because it's all our American brands. All are important directly. एक टाइम चार्ज किया तो 85 किलोमीटर जाएगा. ഇത് ഒരു പ്രാവശ്യം ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 85 കിലോമീറ്റർ പോകുന്നാട്ടാ പറയുന്നത് ഈ സംഭവം. ഇവിടെ വേറൊരു ബൈക്ക് ഇരിക്കുന്നൊക്കെ മറ്റേ സ്പോർട്സ് ബൈക്ക് വെക്കടാ, ഒക്കെ പെട്രോളാണ്, മറ്റേ പെട്രോൾ ഒഴിക്കുന്ന. ഇവിടെയൊക്കെ സൈക്കിളുകൾ ഇരിക്കുന്നുണ്ട് കണ്ടോ. അതുപോലെ ഇവിടെ മറ്റേ വലിയ മറ്റേ ജീപ്പിൻ്റെയും മൈൻഡിൻ്റെ ഒക്കെ ഇതുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇതെല്ലാം ബാറ്ററിയാണ് കേട്ടോ, അതെല്ലാം ബാറ്ററിയിൽ ഓടുന്ന സംഭവമാണ് ഈ വെച്ചിരിക്കുന്നത്. എന്താ ഒക്കെ ഡിഫറെൻറ്റ് പ്രൈസുകളാണ് സംഭവങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇതെന്ത് വണ്ടിയാടാ അത്? പുതിയ മോഡലാ? ബാറ്റ്മാന്റെ പുതിയ പടത്തിലുള്ള വണ്ടിയാണ്. അതിന് 900 dirhams വരും പറഞ്ഞു. 900. ഷോക്ക് ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. സസ്പെൻഷനൊക്കെ അടിപൊളിയാണ്. കണ്ടമാനം സാധനങ്ങളുണ്ട് കേട്ടോ. റേറ്റ് എങ്ങനെയാണ്, എനിക്ക് കുറവാണോ കൂടുതലാണോ എന്ന് എനിക്ക് അങ്ങനെ വലിയ ഇതായിട്ട് അങ്ങനെ അറിയുന്നില്ല കേട്ടോ. കണ്ടമാനം സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ടോയ്കൾ. എന്താണ് രണ്ടുപേരും കൂടി തല്ലി പിടിക്കണേ? നിനക്ക് പറ്റിയ സ്ഥലത്തോടെ നീ പോയിക്കോടാ. നീ ഇതിക്കോടി നടന്നോ, അപ്പൊ പ്രശ്നം തീർന്നില്ലേ? ഞാൻ നടുക്കിക്കോടി നടക്കാം. ഇതാ ഇവിടെ ടേബിളുകള്, ചെയറുകള്, എന്താ മസാരകള്, സെറ്റ് കാര്യങ്ങള്. റൈറ്റ് ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. റൈറ്റുകൾ എല്ലാത്തിൻ്റെയും പ്രൈസ് എല്ലാത്തിൻ്റെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതെല്ലാം എനിക്ക് തോന്നുന്നു കണ്ടിട്ടൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നില്ല. ഇതൊക്കെ സംഭവങ്ങൾ എന്താ എല്ലാ ഒരുവിധപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതുണ്ടോ എന്തമാനം സാധനം ഒക്കെ ഇങ്ങനെ വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. എന്താ ഇവിടെ നിന്നൊക്കെ സാധനങ്ങൾ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വെച്ച് കണ്ട കാറ് നറുക്കെടുപ്പിലൂടെ കാറ് കിട്ടുന്നൊക്കെയാണ് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് എന്തോ ഓപ്പറേഷൻ ചെയ്യണ സാധനം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടാണ് ആ സംഭവം ഓരോന്നിൽ കുത്തുമ്പോൾ ഇങ്ങനെ കത്തണമുണ്ട് ലൈറ്റ്. എന്താ ഹാർട്ടില്ലേ? ഹാർട്ട് അടിച്ചു പോയാവും. ഹാർട്ടിൽ കുത്തുമ്പോൾ കത്തണല്ലേടാ? ഉണ്ട്, ചെറിയൊരു വിങ്ങലുണ്ട്. ബയോ വില കേൾക്കുമ്പോൾ ഹാർട്ട് അടിച്ചു പോകും. ഇവിടെയൊക്കെ ഇങ്ങനെ നിറച്ച് സാധനങ്ങൾ വെച്ചേക്കട്ടെ. അതൊക്കെ മൈക്രോവനൊക്കെ ഇരിക്കണൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇതുണ്ടോ. ഒക്കെ ഇങ്ങനെ വലിച്ചു വാരിയിട്ടിരിക്കുകയാണ് സാധനങ്ങൾ. പ്രൈസ് കുറവെന്നൊക്കെ പറയണേ, പക്ഷെ ചോദിക്കുമ്പോൾ കൊടുക്കത്തെ വില പറയണ കേട്ടോ ഇവര്. ഇതെവിടെ മറ്റേ ഇതുണ്ടോ എക്സസൈസിൻ്റെ സംഭവങ്ങൾ കാര്യങ്ങൾ ട്രെഡ്മില്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഇവിടെ ഒരു സൈക്കിൾ നോക്കി. ഇത് ഈ സാധനം ഒരു ദിലീപിന്റെ മറ്റേ ഏതിലടി CID മ്യൂസിയല്ലേ 3 പേര് കൂടി ചവിട്ടി പോകണല്ലേ. ഇതിന് പക്ഷെ 2 പേർക്ക് ഇരുന്ന് പോകുന്ന സാധനങ്ങളാട്ടാ. ഫർണിച്ചർ ഐറ്റംസുകളാന്ന് തോന്നുന്നു അല്ലേ ഇവിടെ ഫുള്ള്. നല്ല രസമുണ്ട് കാണാൻ. ഫുള്ള് ഫർണിച്ചർ സാധനങ്ങളാട്ടോ. മൊത്തം ഫർണിച്ചർ ഐറ്റംസുകളാണ്. ചെയറുകൾ സാധനങ്ങൾ ഒക്കെ ഇരിക്കുന്നത് മറ്റേ റോയൽ ടൈപ്പ് സാധനങ്ങളാട്ടോ എല്ലാം. ഈ സൈഡിലൊക്കെ ഉണ്ടോ ഫുള്ള് ഇങ്ങനത്തെയാണ്. അതിനിപ്പോൾ ഇവിടുന്ന് നമ്മൾ ഡ്രസ്സുകളുടെ സെക്ഷനിലേക്ക് കിടക്കാം കേട്ടോ. കംപ്ലീറ്റ് ഡ്രസ്സുകൾ സാധനങ്ങൾ കണ്ടോ. അതിൻ്റെ ഫുള്ള് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഡ്രസ്സുകൾ സാധനങ്ങളെ കൊടുത്തിരിക്കുന്നത് എല്ലാം. റൈറ്റുകൾ കാര്യങ്ങൾ കണ്ടോ. ഫുള്ള് ഡ്രസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ 10 dirhams. ഇതെല്ലാം റൈറ്റൊക്കെ വളരെ ചീപ്പ് റൈറ്റിലുള്ള ഡ്രസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. 15 dirhams സാധനങ്ങൾ, കുട്ടികളുടെ ഡ്രസ്സുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ എന്തോ കൊട്ടും പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. എന്തിട്ടാന്ന് നോക്കി നോക്കാം. ബാൻഡ് മേളോ എന്തിട്ടാന്നൊന്ന് പോയി നോക്കിയിട്ട് വരാം. എന്നിട്ട് ഇതിനകത്തോട്ട് കയറാം.
ഒട്ടകത്തിനെ കണ്ടതാട്ടാ. ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോഴേക്ക് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആണെന്നുണ്ട്, ഭയങ്കര സ്പീഡിലാ പോയി. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇവിടെ 5ാമത്തെ ഡോറിൽ ഞങ്ങളിപ്പോ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയതാട്ടാ. കൊട്ട് കേട്ടപ്പോഴേ അത് പോയിട്ട് എടുത്തു. അപ്പൊ അതിന്റെ 5ാമത്തെ സെക്ഷനിലേക്ക് ഒന്ന് കയറി നോക്കാം ഇവിടെ എന്താന്നുള്ളത്. നമുക്കൊന്ന് നോക്കി നോക്കാം. ഇവിടെയും കംപ്ലീറ്റ് ഈ പറഞ്ഞ ഇതിലെ ഇവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങിയത്. ഡ്രസ്സ് കാര്യങ്ങൾ ഒക്കെ ഉള്ളത് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. എന്താ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര കുറെ സാധനങ്ങൾക്ക് റേറ്റ് കുറവാണ് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുണ്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ പിന്നെ കംപ്ലീറ്റ് ഡ്രസ്സ് സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇവിടെ ഷൂസിൻ്റെ സെക്ഷൻ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. ഇതുണ്ടോ ബൊമ്മയും കാര്യങ്ങളൊക്കെ ഇത് എന്തിട്ടാണോ. ഇവിടെ ബുക്കുകൾ, സാധനങ്ങൾ, ഡ്രസ്സുകൾ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ എന്നിട്ടത് മറ്റാ വലിച്ചുണ്ട് പോണത് അല്ലേ. ഇവിടെ സലി എന്തോ മണ്ണിന്റെ പാത്ര ചട്ടിയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നിട്ടടി അത് 5 ദിർഹംസ് എല്ലാ സാധനങ്ങൾക്കും, മൺചട്ടി സാധനങ്ങൾക്കൊക്കെ. ഇത് വരുമ്പോഴേ ചോദിച്ചിട്ട് വന്നാട്ടോ ഒരിക്കൽ പാത്രം വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ. 5 ദിർഹംസ് ഉള്ളൂ എന്നും പറഞ്ഞിട്ട് ചാടി പിടിച്ചിട്ടുണ്ട്. എത്രയിന്? 5 ദിർഹംസ്. ഇത് വേണ്ട. ഇത് കാണുമ്പോ ചെറിയ പ്രശ്നമുണ്ട്. ഉറങ്ങി കിടക്കുമ്പോ തലക്കടിച്ചാലോ. സാലിമിനും കിട്ടും കിണിന്ന് പറഞ്ഞിട്ട് തലമുടി. ബാബാ നടക്ക്, എടുക്കണേ എടുത്ത് വാടാ സാലിമിന്. നമുക്ക് ഇങ്ങനെ പതുക്കെ നടക്കാം. നിങ്ങളുടെ സാധനങ്ങൾക്കൊക്കെ 5 ദിർഹംസ്, 3 ദിർഹംസ്, 1 ദിർഹംസ് ഒക്കെ കൊടുത്തേക്കുന്നു കേട്ടോ. അതിവിടെ ഇങ്ങനെ ഓരോന്നിൻ്റെ സൗണ്ടുകൾ ഉണ്ടാക്കുന്ന ഒരു ബോക്സ് കിട്ടിയിട്ടുണ്ട് സാലിമിന്. ഇതെന്തോടാ അത്? എന്നിട്ട് സാധനം ഇത് അതിവിടെ വണ്ടികളുണ്ട് കേട്ടോ. അതൊക്കെ ജീപ്പ്. ഇത് നമ്മൾ മറ്റേ ലുലുന്നും അതുപോലെ സഫാരിന്നൊക്കെ മേടിക്കുന്നതുണ്ടല്ലോ. റൈറ്റ് ഉണ്ട് കേട്ടോ. 15 ദിർഹംസ്, അതുപോലെ 18 ദിർഹംസ്, 20 ദിർഹംസ് ഒക്കെ റൈറ്റ് ഉണ്ട്. ഇവിടെ ഞാൻ ഇപ്പോൾ ചോദിച്ചപ്പോൾ 8 ദിർഹംസേ ഉള്ളൂ അതിൻ്റെ റൈറ്റ് കേട്ടോ. എന്നിട്ടടി ഉണ്ട്. ഇതാകെ പൊളഞ്ഞിരിക്കുന്നത്, ആകെ വളഞ്ഞിരിക്കുന്നത് ഉണ്ട്. നോക്ക് ഇത് ഇത് വേണ്ട കേട്ടോ. അതൊക്കെ ഇതിന് നല്ലത് പേപ്പർ എടുക്കാം. ഇത് പിന്നെയും കുഴപ്പമില്ല, പക്ഷെ കാര്യമൊന്നുമില്ല സലി. ഇവിടെ എന്തോ ഒരു മണം. സാലിമ എടുക്കണ്ട നീ? അവന് ഏതാണ്ട് എനിക്ക് നിർബന്ധമുള്ള പോലെയാ. എടുക്കണ്ട കേട്ടോ, എനിക്ക് നിർബന്ധമൊന്നുമില്ല. അതിന്റെ മാറ്റ് വേറെ ഉണ്ടോന്ന് നോക്കി നോക്ക്. അപ്പൊ ഇവിടെ നിന്നല്ല എന്ത് സാധനങ്ങൾ എടുക്കണമെങ്കിലും വലിയ കാര്യമായിട്ടുള്ള പ്രൈസുകളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒക്കെ ഈ പറഞ്ഞ പോലെ 5 ദിർഹംസ്, 8 ദിർഹംസ്, 3 ദിർഹംസ്, 2 ദിർഹംസ്, 1 ദിർഹംസ് ഒക്കെയാണ് പല സാധനങ്ങൾക്കും റേറ്റ് ഉള്ളൂ. പക്ഷെ ക്വാളിറ്റി സാധനങ്ങളൊക്കെ നോക്കിയിട്ട് എടുക്കുക. നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളും ഉണ്ട്, കുറഞ്ഞ ക്വാളിറ്റി ഉള്ള ടൈപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ആവശ്യം ഉള്ള സാധനങ്ങൾ വില കുറവുള്ളത് നോക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നല്ല സാധനങ്ങളുണ്ട് കേട്ടോ. ലാഭമുള്ള സാധനങ്ങളുണ്ട്. പിന്നെ ഇരുമ്പിൻ്റെ ചട്ടികൾ, ഇതൊക്കെ ഇതുണ്ടോ, ഈ ഇരിക്കുന്ന ചട്ടികളില്ലേ, ഇതിനൊക്കെ വിലയുണ്ട് കേട്ടോ. എത്ര ഇത് വിലയുണ്ട്? 35 ദിർഹംസ് ഒക്കെ ഉണ്ട് തോന്നുന്നു ഇതിന്. നോക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഡാമേജ് ഉണ്ടോന്ന് വിലയുണ്ട്. വേണ്ട 35 ദിർഹംസ് വില ഇട്ട് വെച്ചിട്ടുണ്ട് അടിയിൽ. ഈ ഇരിക്കുന്ന സെറ്റുകൾ കംപ്ലീറ്റ് 35 ദിർഹംസ് ആയിട്ട് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് ഷൂകളുണ്ട് കേട്ടോ. അതുണ്ടോ 99 ദിർഹംസ് എന്നൊക്കെ ഓഫറൊന്നും പറഞ്ഞിട്ട് ഇട്ടേക്കുന്നത്. US സാധനം ഉണ്ടാവും, പുറത്തുനിന്ന് വന്നേക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മൊത്തം കേട്ടോ. ഷൂസുകൾ കംപ്ലീറ്റ് ഉണ്ട്. ഇത് മറ്റേ ഫിൻലാൻഡ് അതിൻ്റെ ഇതിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. ബ്രാൻഡഡ് സാധനങ്ങളൊക്കെയാണ് ഇത് ഇവിടെ വെച്ചിരിക്കുന്നത്. 99 ദിർഹംസ് ആണ് ഓരോ ഷൂസിനും ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ബ്രാൻഡഡ് ഷൂസിനൊക്കെ 99 ദിർഹംസ് ആണ്
കൊടുത്തിരിക്കുന്നു. ഫിലാൻ്റെ ഉണ്ടോ ഷൂസ്, ഓക്കെ ഉണ്ടോ 99 dirhams ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇരിക്കുന്ന സെക്ഷൻ കംപ്ലീറ്റ് ചെരുപ്പുകൾ കൊടുത്തിട്ടുണ്ട് ലേഡീസിൻ്റെ. അത് കൊടുത്തിരിക്കുന്നത് 10 dirhams ഓഫർ കൊടുത്തിരിക്കുന്നു കേട്ടോ. 10 dirhams അത് കൊടുത്തിരിക്കുന്നു. ഇപ്പം ഇങ്ങനെ ഒരുപാട് വെച്ചിട്ടുണ്ട് കേട്ടോ ഷൂസുകൾ. ഇവിടെ ഫെറാറിയുടെ ഇതെല്ലാം കൊടുത്തിരിക്കുന്നു. ഓക്കെ 75 dirhams ഇതുണ്ടോ. നല്ല സാധനം കേട്ടോ. ഓക്കെ കൊടുത്തിരിക്കുന്നു 75 dirhams. ഇതെല്ലാം 75 dirhams അവിടെ കൊടുത്തിരിക്കുന്നു ഉണ്ടോ. എല്ലാം 60 dirhams ഇവിടെ കൊടുത്തിരിക്കുന്നു സാധനങ്ങൾ ഉണ്ടോ. ഇതെല്ലാം ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം 99-ലാണ് ഈ സെക്ഷനെല്ലാം. ആഡിഡാസിൻ്റെ ആണ്. ഇത് എത്ര കൊടുത്തിരിക്കുന്നത്? ഇത് 99. ഇതെല്ലാം 99-ലാണ് വരുന്നത് കേട്ടോ. ഇവിടെ കംപ്ലീറ്റ് ബുക്കൂറ് സാധനങ്ങൾ ഇതെല്ലാം വെച്ചിട്ടോ പുകയ്ക്കുന്ന സാധനങ്ങൾ. നല്ല സ്മെല്ലുണ്ട് കേട്ടോ സംഭവങ്ങൾ. കണ്ടമാനം സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഇതെല്ലാം ലേഡീസിൻ്റെ ഡ്രസ്സുകൾ സാധനങ്ങളൊക്കെ കേട്ടോ. സാധനങ്ങൾ ഒരുപാട് ഷോപ്പുകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ചെറിയ ചെറിയ കൗണ്ടറുകളായിട്ടാട്ടോ അതിൻ്റെ ഉള്ളിലുള്ളത്. എന്തായാലും ഈ ഒരു വഴിക്ക് പോയിട്ട് വരാം. ഒരിക്കൽ അവിടെ കടന്ന് നിൽക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ഈ ടോപ്പ് ഇത് മാത്രമായിട്ടോ വരുന്നത്. ഉപ്പി മാത്രമാണ് വരുന്നത്. ഇപ്പോൾ തണുപ്പ് സമയത്ത് ഇടാൻ പറ്റിയ സാധനങ്ങളാണ്. എല്ലാത്തിനും 35 dirhams ആണ് ഇതിന് ചാർജ് വരുന്നത്. പിന്നെ ഇവിടെ പാൻ്റ് അടക്കമായിട്ടുള്ളതുണ്ട്. ഇതിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 50 dirhams ആണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത്. ഓക്കെ ഇവിടെ എല്ലാം ഷാളിൻ്റെ കേട്ടോ. ഷാളുകൾ കണ്ടമാനം ഷാളുകളുടെ ഇത് കൊടുത്തിട്ടുണ്ട്. ഷാളുകൾ ഒരുപാട് ഷാളുണ്ട്. 10 dirhams ഒക്കെയാണ് റേറ്റ് വരുന്നുള്ളത്. 10 dirhams 12 dirhams ഒക്കെയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അവിടെ ഇതുണ്ടോ. നല്ല കളറ് നല്ല രസമുണ്ടല്ലേ. നോക്കട്ടെ. 10 dirhams 10 dirhams ആട്ടോ വരുന്നത്. ഇവിടെ കണ്ടമാനം കൊടുത്തിട്ടുണ്ട്. ഒരുപാടുണ്ട് കേട്ടോ. ഇത് പെർഫ്യൂമിൻ്റെ ഷോപ്പാണ് കേട്ടോ. ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ബഹൂർ സാധനങ്ങൾ ഇതെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പെർഫ്യൂം, ഓയിൽ ഇതെല്ലാം വെച്ചിട്ടുണ്ടോ ഉണ്ടോ. നമ്മുടെ ബ്രാൻഡ് പെർഫ്യൂമിൻ്റെ ഒക്കെ ഫ്രാഗ്രൻസ് ആയിട്ടുള്ള സ്മെല്ല് വരുന്ന സാധനങ്ങളൊക്കെ ഇവർ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ഫ്രണ്ട്സിൻ്റെ ഇതൊക്കെ ഞാൻ മുന്നേ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ഷോപ്പ് ഉണ്ടാകുമ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട് മാർക്കറ്റിൽ. ഫ്രണ്ട്സ് നല്ല സ്മെല്ലാണ്, നല്ല സാധനമാണ്. ഇവിടെ കുറേ സാധനങ്ങൾ ബ്രാൻഡ് സാധനങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ 50%, 80% ഒക്കെ ഓഫർ വെച്ചേക്കാട്ടോ. കണ്ടമാനം ഐറ്റംസുകൾ, പെർഫ്യൂമുകൾ, മേക്കപ്പ് സാധനങ്ങൾ, അതുപോലെയുള്ള ഐറ്റംസുകൾ അതൊക്കെ 50%, 20 dirhams, 35 dirhams ഒക്കെ ബ്രാൻഡ് സാധനങ്ങളാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ബിഗ് സെയിൽ എന്നും പറഞ്ഞിട്ടൂടെ കൊടുത്തിട്ടുണ്ട്. 80%, 50% ഒക്കെ ഡിസ്കൗണ്ട് സെയിലായിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അജ്മാൻ ഫെസ്റ്റിവൽ. ഇവിടെ കംപ്ലീറ്റ് ബൈക്കുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ബാറ്ററിയിൽ ഓടുന്ന വണ്ടിയിൽ 2600 dirhams കണ്ടോ വെച്ചിരിക്കുന്നു. ചൈനയുടെ സാധനങ്ങളാണ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഭയങ്കര റേറ്റ് കുറവിൽ കൊടുത്തിട്ടുണ്ട്. തേപ്പിട്ട് കണ്ടോ. അയൺ ബോക്സ് സാധനങ്ങൾ, കെറ്റില്, ഫാന്, കണ്ടമാനം സാധനങ്ങൾ ഇതാ ഇതിനുള്ളിലുണ്ട് ഉണ്ടോ. ഫുള്ള് കൊടുത്തിട്ടുണ്ട്. സമയം ഏകദേശം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും പോയി തുടങ്ങി. നമുക്ക് എന്ത് റേറ്റ് 50% ഡിസ്കൗണ്ട്, 70% ഡിസ്കൗണ്ട് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ബ്രാൻഡ് വാച്ചുകളാണോ നോക്കിയ സലിയ. 50%, 40% ഒക്കെ കൊടുത്തിട്ടുണ്ട് വാച്ചുകൾ. കാണാൻ നല്ല കിടിലൻ സാധനമുള്ളൂ. കാണാനൊക്കെ നല്ല എമണ്ടൊക്കെ സാധനമുണ്ട്. 40% ഓഫറാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ റേറ്റ് എത്ര വരുന്നുള്ളതൊന്നും റേറ്റൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അല്ല കണ്ടിട്ട് നല്ല ബ്രാൻഡ് ഐറ്റംസ് പോലെ തന്നെ ഉണ്ട് സലി. എന്നിട്ട് ചോദിച്ചു നോക്കിയ വാച്ചൊക്കെ എത്ര റേറ്റ് വരുന്നു. ഹൗ മച്ച് ഇസ് കമ്മിങ് ദിസ് മോഡൽ? Yeah. No. No, not only watch. Yeah. 155. 1,000 or 100? ഒരു പ്രൈസ് നോക്കുന്നുണ്ട് കേട്ടോ. പ്രൈസ് ഇവിടെ എല്ലാം ഇത് കൊടുത്തിട്ടുണ്ട് ഓരോന്ന്. This one 70% off, right?
ഇതെല്ലാം 70% ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഏരിയയിൽ ഇത് 70% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ 600 അല്ല വരെ, അതിനും താഴെ പോകും എല്ലാ സാധനങ്ങളും. ഈ ഇരിക്കുന്നതൊക്കെ ഇല്ലേ, നീ അവിടെ നിൽക്കുന്നു, ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ റൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇമ്പീരിയൽ, അർമാനിയുടെ മോഡൽ ഉണ്ടോ? എത്ര? ഇവിടെ എല്ലാം ഇതെല്ലാം ബ്രാൻഡാട്ടോ. ഞാൻ ഇപ്പോൾ കുറച്ച് നേരം അവരായിട്ട് സംസാരിക്കായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാം ബ്രാൻഡുകൾക്കെല്ലാം 70%, 60% ഒക്കെ ഇതിന് ഓഫറുണ്ട് കേട്ടോ. റേറ്റ് നല്ല കുറവുണ്ട്. ഒരുപാട് കമ്പനികളുണ്ട്. 50%, 60%, 70% എല്ലാ സാധനങ്ങൾക്കും ഓഫറാണ്. നല്ല ബ്രാൻഡ് വാച്ചുകളാണ്. ഇതുണ്ടോ, നല്ല കിടിലം വാച്ചുകളാണ് ഇരിക്കുന്നത്. ഇവിടെ അർമാനി ഉണ്ട്, ഡീസല്, ഒരുപാട് കമ്പനികൾ കണ്ടമാനം. നല്ല 50%, എല്ലാം ബ്രാൻഡ് സാധനങ്ങളാണ്. ഒക്കെ നല്ല അപ് ടു 50, 60, 70% ഡിസ്കൗണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തുള്ളൊരു മൊബൈലിൻ്റെ ആക്സസറീസ് വിൽക്കുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. ഇവിടെ കണ്ടമാനം സാധനങ്ങളുണ്ട്. ഇതുണ്ടോ, മൊബൈലിൻ്റെ ഹെഡ്ഫോൺസ്, അതുപോലെ കവറുകൾ, സാധനങ്ങൾ, പിന്നെ ബാറ്ററി ചാർജർ, അതുപോലെ ഹെഡ്ഫോണുകൾ, ഒരുപാട് സാധനം. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഐഫോണിൽ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചാർജ് കുറഞ്ഞു പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഞാൻ ഇവിടുന്ന് ഒരു ഇത് മേടിച്ചു കണ്ടോ, ഒരു ഇതിൻ്റെ ഐഫോണിൻ്റെ ബാറ്ററി പാക്ക്. അപ്പോൾ ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജ് കയറും. അപ്പോൾ എനിക്ക് നല്ല പ്രൈസിൽ തന്നു, ഗുഡ് പ്രൈസിൽ എനിക്ക് തന്നു. നല്ല അത്യാവശ്യം കുഴപ്പമില്ല, നല്ല സാധനമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഹെഡ്ഫോണ്, ये कौन सा वाला है भाई? एयरपोर्ट कौन सा है? प्रो है? थर्ड जनरेशन. ये प्रो एयरपोर्ट थर्ड जनरेशन है. ये एयरपोर्ट प्रो. ഇത് എയർപോർട്ട് പ്രോ കണ്ടോ. मेड इन यूएस ആണ് ഇതെല്ലാം വരുന്നത്. ये कितना प्राइस आएगा इसमें? ये आपका वीडियो देख के जो आएगा उसके लिए 40. ഓ देखो, നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതിന് നല്ല റേറ്റ് ആവും തരും കേട്ടോ. 40 dirhams ആണ്. രണ്ടിനും 40 dirhams വെച്ചിട്ട് തരാമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഷോപ്പിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം നല്ല ഡിസ്കൗണ്ട് പ്രൈസിൽ നമുക്ക് സാധനം കിട്ടും കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഞാനിത് മേടിച്ചിട്ടുണ്ട്, ഇത് നോക്കട്ടെ. ये मैं देखेगा कैसे अच्छा है तो बहुत ज़्यादा आदमी लोग आएगा. ഓക്കെ भाई, शुक्रिया, जाएगा. ഇവിടെ ഇത് കുറേ കിളികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് അതും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഓക്കെ, അടിപൊളി കിളി. ഇന്ന് കണ്ടമാന സാധനങ്ങൾ കിടക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ലവ് ബേഴ്സ്, കുറേ ഇതിൻ്റെ പേരൊന്നും നമുക്ക് അറിയില്ല. മൊയിലേക്കടാ ചെറുത്, അതിൻ്റെ ഉള്ളിലല്ലേ കടിക്കൂ സാധനം. കൈ കൊണ്ട് വരണെങ്കിൽ ഇതുണ്ടോ, കാലിമത് കണ്ടു കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങായിട്ട് എലിയുടെ പൊലിക്കുന്നല്ലേ ചെറിയ. അതിൻ്റെ ഉള്ളിൽ ആരും എന്തോ വർക്കൗട്ട് ചെയ്യുന്നുണ്ടല്ലോ. അവിടെ ഒരാൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് കാണാൻ പറ്റില്ല ശരിക്കും. രണ്ടെണ്ണം തല്ലൂടണം അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി. കണ്ടോ, ചെറിയ ആമട, വലിയ ആമ നോക്കി ഇത് കിടക്ക് നോക്കി. ഇവിടെ ഒക്കെ കിളികളുണ്ട് നിറച്ച്. നല്ല രസമുണ്ട് കേട്ടോ. കൂടുകൾ സാധനങ്ങളൊക്കെ വെച്ചേക്കണ നല്ല രസമില്ലേ. ഇതൊക്കെ പാരറ്റ്. ലവ് ബേഴ്സ്. ഇതെന്ത് തിന്നണത്? ടിഷ്യൂ പേപ്പർ കടിച്ചു തിന്നണ്. അപ്പൊ ഇത് അവിടുന്ന് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിട്ടോ. ഇത് കണ്ടോ, ലൈറ്റുകൾ കൊടുത്തേക്കണ നല്ല രസമുണ്ട് കേട്ടോ സംഭവം കാണാനായിട്ട്. ഇവിടെ എല്ലാം ഇങ്ങനെ ചെയറുകളും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കണ്ടോ, ആൾക്കാർക്ക് ഇരിക്കാനും കാര്യങ്ങൾക്കും. ഇത് മുടക്കൂസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്നും തീരെ ഇതുണ്ടാവില്ല കേട്ടോ, സ്പേസ് ഉണ്ടാവില്ല. ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട്, പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നു. നമ്മുടെ ഫുഡ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇരിക്കാനായിട്ടുള്ള സെറ്റപ്പുകൾ കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട് കേട്ടോ ഈ ഏരിയയിൽ. അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. അതെവിടെ കണ്ട അങ്ങനെ ഒരു ഗേറ്റിൻ്റെ അവസാന ഒരു ഇതിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇതൊരു ഗേറ്റാണ് പുറത്തേക്കുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോവാനായിട്ടുള്ള പരിപാടിക്ക് നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ. ഒരുപാട് ഓഫറുകളുണ്ട്, ബ്രാൻഡ് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളുടെ UAE-യിലുള്ള, ദുബായിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഈ അജ്മാനിലുള്ള ആൾക്കാരുകളൊക്കെ വരിക, നേരിട്ട് തന്നെ വന്ന് ഇതുകളൊക്കെ കണ്ടറിയുക, പേടിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ അയയ്ക്കുക. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം.
ഒരു ബൈ ബൈ. ബൈ.